ഗൈസ് അപ്പോൾ ഇന്ന് മെയ് 31, 2025 എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പോൾ എൻ്റെ വീട്ടിൽ ജിയോക്കാർ നല്ല പണി തന്നതുകൊണ്ട് എനിക്ക് സ്ട്രീം ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നേരെ റാഷണൻ്റെ വീട്ടിലോട്ട് പോവാണ്. വിഴിഞ്ഞത്ത് പോകണം. എനിക്ക് വ്ളോഗ് എടുത്തൊരു പരിചയമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല 2-3 മാസം കഠിനമായിട്ട് വളർത്തിയ എൻ്റെ മുടി ഞാൻ ഇന്നലെ കൊണ്ടുപോയി ഒരു ബാർബറിൻ്റെ അടുത്ത് കൊടുത്ത് അവനെ വിശ്വസിച്ച് കൊടുത്തു കളഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കാം, എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ കൊടുത്തിരിക്കാം. ഇതുപോലെ ആക്കാനാണ് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ എനിക്ക് ഇതുപോലെ ആക്കിയത്. ചിമ്പ് ഇത് എവിടം കൊണ്ടാണ് എനിക്ക് മുള്ളറ്റെന്ന് അറിയാൻ വയ്യ, പക്ഷെ അവൻ അടിച്ചു തന്ന സാധനം ഇതാണ്. ഇപ്പോൾ ചിമ്പുവിൻ്റെ വീട്ടിൽ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് നേരെ റാഷൻ്റെ അടുത്ത് പോകാം. അതിന് മുമ്പേ ചിമ്പുവിൻ്റെ $1 million സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ചിമ്പു എന്താണ് പറയുന്നത്? ഇത് 17K. ഇതിനകത്ത് ഏറ്റവും നല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇവന്റെ ചെയർ മാത്രമാണ്. ചിമ്പ് ദൂരെ നിന്ന് കാണിച്ചു കൊടുത്തതാ. ഞാൻ ഇരിക്കാം മലക്ക. നേരത്തെ ഞാൻ വീണേണ്ട ഈ സാധനത്തിൽ. നേരത്തെ ഞാൻ ഈ സാധനത്തിൽ ഇരുന്നിട്ട് വീണേനെ കാണിച്ചത്. ഇത് FPS-ന്റെ കുഴപ്പം. വെയിറ്റ് FPS-ന്റെ അത് ഡീസലേക്ക് ഇത് റെക്കോർഡിംഗ് ഷോപ്പാണ്. ഈ സാധനം എന്ത് സുഖമുണ്ടോ ഇതിനകത്തന്നെ കിടന്നു നോക്കണം ചില ദിവസം. ഈ ചെയ്ത് എനിക്ക് ഞാനും കൊണ്ടുപോവാ. നിനക്ക് എന്റെ വീട്ടിൽ കിടന്നൊരു പാട്ടം ചെയ്ത് നമ്മള് എൻ്റെ അവിടെ ജിയോ കണക്ഷൻ ചതിച്ചത് കൊണ്ട് നമ്മൾ റാഷണന്റെ അടുത്ത് പോയി ലൈവ് ചെയ്യാന്നുള്ള സ്കീമാണ്. ലൈവ് ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് ലുലുമോളിൽ പോയി കുറച്ച് വായി നോക്കാൻ കഴിയും. അല്ല അതൊന്നും പറഞ്ഞോ, വീട്ടുകാരാണ്. നമുക്ക് ലുലുമോളിൽ പോയി ഗൈസ് ആൾക്കാരെയൊക്കെ കുറച്ച് കണ്ടിട്ട് നമ്മള് എവിടെ പോയാ? സ്റ്റാർബക്സ്. യെസ്. എന്നെ മുടിപ്പിക്കരുത്. നിനക്ക് വല്ല മന്തിയും വാങ്ങിച്ചു തരും. അത് കയറ്റിക്കോളാം കേട്ടോ. ചെലവായിട്ട് മന്തി ബാംഗ്ലൂരിലും കിട്ടും, ഇവിടെയും കിട്ടും. ഇവിടുത്തെ ടേസ്റ്റ് വേറെ, അവിടുത്തെ ടേസ്റ്റ് വേറെ. അതായത് നമ്മളിപ്പോൾ നേരെ ലുലുമോൾ പോകുന്നു. അതിനുശേഷം നമ്മൾ റാഷന്റെ വീട്ടിൽ പോകുന്നു. ലൈവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചിമ്പുവിന്റെ വീട്ടിൽ തിരിച്ചു വരുന്നു. ഇന്ന് രാത്രി അവിടെ കിടന്നുറങ്ങുന്നു. നാളെ ഇനി എന്തൊക്കെ പരിപാടി സെറ്റ് ചെയ്തിട്ടില്ല. നാളത്തെ പരിപാടി സെറ്റ് ചെയ്തിട്ട് നാളെ ഇനി അങ്ങോട്ടും പോകണം. അങ്ങനെ കുറച്ച് പരിപാടികൾ. ഓക്കെ. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്റെ മുടി ഞാൻ പറഞ്ഞ പോലെ ഒരുത്തം വെട്ടി. എന്റെ വിഷമം എനിക്കുണ്ട്. വീഡിയോ ഫേസ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട്. എന്നാലും ഫേസ് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോണു. ഗൈസ്, ചേഞ്ച് ഇൻ പ്ലാൻസ്. നമ്മൾ ലുലുമോള് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാര്യം ഇപ്പൊ ഇനി ലുലുമോൾ ഇപ്പൊ 8:30 ആവാനായി. അപ്പം ഇപ്പൊ ഇനി ലുലുമോളിൽ പോയിട്ട് തിരിച്ചങ്ങ് വിഴിഞ്ഞം വരെ പോകുന്ന വെച്ച് ടാസ്ക് ആണ്. ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ വിഴിഞ്ഞം പോകേണ്ടത് കൊണ്ട് ലുലുമോൾ ക്യാൻസൽ ചെയ്ത്. ലുലുമോൾ നാളെ നമുക്ക് ബർത്ത്ഡേ അന്ന് രാവിലെ ഇവനുമായിട്ട് തെറിക്കാം. അപ്പൊ നമ്മൾ ഇപ്പോഴത്തേക്ക് നേരെ ഒരു കടയിൽ പോകുന്നു. അവിടുന്ന് തിരിച്ച് റാഷൻ എടുത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ലൈവ് പോവാൻ. സോ നേരെ നമുക്ക് എവിടെ പോയിട്ട് സാധനമൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് റാഷണന്റെ വീട്ടിലോട്ട് പോവാം. നമ്മളിവിടെ തുള്ളുന്ന അപ്പുറത്ത് അപ്പൂപ്പായിരുന്നു വൈബോസ്കി ആയിട്ട് നോക്കുന്നു. അപ്പൂപ്പ ഹായ്. അപ്പൂപ്പ അവിടെ വലിയ ഇവിടെ അപ്പൂപ്പൻ വാടപ്പൂപ്പൻ അപ്പുറത്ത് വേറെ ബിസിനസ് പോയി. അമ്മൂമ്മയോട് അമ്മൂമ്മ അല്ലയോ ഗേ ആണോ? ഈ കാണുന്ന അപ്പൂപ്പൻ വൈബായിരുന്നു. നമ്മൾ പാട്ടിട്ട് തുള്ളുന്ന ഉമ്മർക്ക് എന്തിനാ കുഴപ്പം? മറ്റേ കണ്ട് അടിച്ചിട്ട് കാര്യം കയറിയാന്നുള്ള രീതിയിൽ ചിലപ്പം നമുക്കൊരു സെലിബ്രിറ്റി വ്ളോഗറിനെ കാണാൻ പറ്റുമെങ്കിൽ കാർത്തിക് സൂര്യയുടെ ബർത്ത്ഡേ നാളെയാണ് ഗൈസ്. ജൂൺ 1 തീയതിയാണ്. ഭയങ്കര അടിപൊളി ആൾക്കാരുടെ ബർത്ത്ഡേ ആണ് ജൂൺ 1 തീയതി. നിന്റെ എന്നായിരുന്നു? സെപ്റ്റംബർ. പിഴച്ച ആൾക്കാരുടെ ഈ സെപ്റ്റംബർ എനിക്ക് ഇഷ്ടമില്ല. ഈ സെപ്റ്റംബർ ജനിച്ചവന്മാരെല്ലാം ഇങ്ങനെ. കാർത്തിക് സൂര്യ എവിടെ കാണാം? കാർത്തിക് ഇവിടെ എവിടെയൊക്കെ കാണുമല്ലോ. സാധാരണ തിരുവനന്തപുരത്തൊക്കെ ആണെന്നല്ലോ ബർത്ത്ഡേ ആഘോഷിക്കും. കാർത്തിക് സൂര്യയുടെ വീട്ടിൽ പോയി സർപ്രൈസ് കൊടുത്താലും ശ്രീകാരി ഇവിടുന്ന് കുറെ ഉണ്ട്. എനിക്ക് തിരുവനന്തപുരം ഒന്നും അറിയത്തില്ല ഗൈസ്. നമുക്ക് കൊല്ലമൊക്കെ അറിയത്തുള്ളൂ. കൊല്ലം പപ്പടം ഗൈസ്. ഗൈസ് അങ്ങനെ വിഴിഞ്ഞത്ത് റാഷണന്റെ വീട്ടിൽ വന്ന് റാഷണന്റെ വീട്ടിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. വിളിച്ചില്ല, നേരെ വന്ന് ഈ ബെല്ലടിച്ചു. തുറക്കുന്നില്ലോടാ. എവിടെ നിങ്ങൾ അടിച്ചത്? ഞാൻ ഇവിടെ തന്നെ അടിച്ചു. ഉമ്മാ റാഷണൻ മനസ്സിലായില്ലേ? ഞാൻ ചിമ്പു. എന്നെ മനസ്സിലായില്ലേ? ഓ ആര്? റാഷണ. സോറി, എന്റെ മിസ്റ്റേക്ക്. ഇതാര്? ഞാൻ ലൈവ് ചെയ്യാൻ പോകുന്നത് അവിടെ. എനിക്കത് കാണിച്ചു കൊടുക്കണം. ബൈ. ദിസ് ഈസ് ദ റൂം. ഓർമ്മ വരുന്ന ഞാൻ PC ബിൽഡ് ചെയ്ത റൂമൊക്കെ ഓർമ്മ വരുന്ന ഗൈസ്. ഞാൻ ഈ റൂമിൽ വെച്ചിട്ടാണ് എൻ്റെ PC ബിൽഡ് ചെയ്തത് ഗൈസ്. ഇത് ഇങ്ങനെയൊക്കെ ആണേലും
ഇത് ഏതാ റേഞ്ച് സാധനം, ഇതൊന്നും നോക്കേ. ലൈറ്റ് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. ലൈറ്റ് ഇടണ എന്താണ് പിള്ളേരെ പറ്റിക്കുന്നത് നിങ്ങൾ? ലൈറ്റ് ഇട് ഒന്ന് ലൈറ്റ് ഇട്ടെ. അണ്ണാ ഞങ്ങളെ AC ഇരുന്നിട്ട് വന്നതാണ്. ചൂടെടുത്ത് മനുഷ്യന്റെ പണ്ടാരടാ. എന്ത് ലൈറ്റ് ഒന്നും വന്നില്ലല്ലേ? കറണ്ട് ബില്ല് കൂട്ടണെന്ന് ചോദിച്ചു. കറണ്ട് ബില്ല് 2 RGB ഓടുന്നതിന് എന്തോന്ന് ഓ ഗൈസ് AC വെച്ചേക്കുന്നതിന് കുഴപ്പമില്ല. 2 മോണിറ്റർ ഇത് നോക്ക്. RTന്റെ ഈ സാധനം വെച്ചിരുന്നിട്ട് കറണ്ട് ബില്ല് അല്ല ഇത് ഇത്രയും വെച്ചിരുന്നിട്ട് ഒരു 6GB ഇട്ട് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൂടും എന്ന് പറയുന്ന ഒരാളെ ആദ്യമായിട്ട്. മിനി ഫ്രിഡ്ജുകളെ കൊണ്ടല്ലേ? ശരി. ഇവിടെ മറ്റേ ബിവറേജസ് സാധനങ്ങളൊക്കെ വെക്കുന്ന ചെറിയ ഒന്ന് കളറൊക്കെ മാറ്റണം. റേഞ്ച് സാധനം ഞാൻ ഇൻട്രോവേർട്ട് ആയി ഗൈസ്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇതിന് കളിക്കുന്നുണ്ട്. ബീസാണ് തോന്നുന്നു. അത് കണക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ സോഫ്റ്റ്വെയർ വെച്ച്? സോഫ്റ്റ്വെയർ ഒന്നല്ലേ, സാധാ ബ്ലൂടൂത്ത് വെച്ച്. ഇത് ട്രാക്ക് പാഡാണോ? ഞാൻ പ്ലേ സ്റ്റേഷന്റെ കൺട്രോളർ ഇതുവരെ കണ്ടില്ല. ഗെയിമർ എന്ന് പറയാൻ എനിക്ക് ഗെയിമർ എന്ന് പറയാൻ നാണക്കേടാണ്. എനിക്ക് ഇടയിൽ കൂടെ ഗെയിമർ എന്ന് പറയാൻ എനിക്ക് സത്യം പറഞ്ഞ നാണക്കേടാണ്. ഇതാണ് ട്രാക്ക് പാഡ്. ഇത് ആരാ നിക്കറെന്ന് പറഞ്ഞു? ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ പോണോ എങ്ങനെ? നിനക്ക് എന്തൊരു വേണം? ഞങ്ങൾക്ക് മന്തി വേണം. മന്തിയുടെ മുകളിൽ കടയിലുണ്ട്. മുകളിൽ കടയിലുണ്ടാവും. ശരി. അപ്പൊ മണക്കൂസ് എല്ലായിടത്തും ഉണ്ടോ? ഹിമാറി ചോദിച്ചോ. ഹിമാറി ഉണ്ടെങ്കിൽ ഹിമാറി പോ. വിഴിഞ്ഞ ചിക്കൻ റഷണ എനിക്ക് മന്തി ഞാൻ വാങ്ങിക്കും. പക്ഷെ വിഴിഞ്ഞൻ ചിക്കൻ റഷണ വാങ്ങിച്ചു കുറെ ഞാൻ വാങ്ങിച്ചാരാ. ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും ഇരിക്കുന്നില്ല. അതാ ചോദിച്ചു വാങ്ങിക്കുന്ന നാണക്കേടാന്നറിയാം. എന്നാലും ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒന്നുമില്ല. ഞാൻ കേക്ക് വാങ്ങാന്ന് വിചാരിച്ചാണ് ഇതിന് വേണ്ടിയിട്ട്. പക്ഷെ എന്റെ ബൈക്കില്ല. 2 ബൈക്ക് അതാണ് ഞാൻ ചുമ്മാ. ഒരു ബൈക്ക് മരം വീണ് പൊടിഞ്ഞു. എന്റെ BMW. മരം വീണു? ഓ എന്റെ വീഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. മരം വീണ് എവിടെ വെച്ച്? ടെക്നോപാർക്കില്. ടെക്നോപാർക്ക് BMW മേളിൽ മരം വീണ്. മറ്റേ ഫ്ലാറ്റിന്റെ സർവീസ് ഉണ്ടല്ലോ, അത് തിങ്കളാഴ്ച കിട്ടുള്ളൂ. ചുമ്മാ അല്ല, ഞാൻ വന്ന് ബൈക്കിലൊക്കെ ഞാൻ വെച്ച് നിങ്ങൾ കാണത്തില്ലെന്ന്. പക്ഷെ ആ ചെരുപ്പ് കാണിച്ചാ ഒന്ന് ആദ്യം നിർന്നിട്ടെ. ഇത് നോക്കിയ ആ ക്ലസ്റ്റർ ഒക്കെ ഒടിഞ്ഞു. ആ ക്ലസ്റ്ററിനാണ് ഒടുക്കത്തെ വില. എല്ലാം കൂടെ 58 രൂപയായി. ആ സാധനത്തിന്റെ അതിന്റെ റേഞ്ച് എനിക്ക് മനസ്സിലാവും. കാര്യം അതിന്റെ ഒരു ഇൻഡിക്കേറ്ററിന്റെ വില 6000 രൂപ. എനിക്കറിയാം, മറക്കത്തില്ല. ആരാ ഓടിച്ച? ലോസി അതിന്റെ ഒരു ഇൻഡിക്കേറ്റർ അടിച്ചിട്ട് 6000 രൂപ ഒരു ഇൻഡിക്കേറ്ററിന്. മന്തി, വിഴിഞ്ഞൻ ചിക്കൻ, അത് കഴിഞ്ഞ് വരുന്നു. നേരെ 11:30 ലൈവ് സ്റ്റാർട്ട് ചെയ്ത് ഒരു മണിക്കൂർ ലൈവ്. എന്നിട്ട് ചിമ്പുവിന്റെ അമ്മ പറഞ്ഞ അങ്ങോട്ട് ചെല്ലും തന്നെ. ഓ എന്താണ് സ്കീം? നാളെ സിനിമയ്ക്ക് പോയാലോ? പക്ഷെ എന്നെ പിക്കണം ഈ വണ്ടിയില്ല. എന്താ അങ്ങനെ പറയുന്നത്? അണ്ണാ ഒരു 500 രൂപ കഴിച്ചാൽ തളർന്നു വരുന്നു. ഒരു 500 രൂപ കഴിച്ചാൽ വേറെ വിഷയമൊന്നുമില്ല. എന്നാ സത്യം പറഞ്ഞ ബർത്ത്ഡേ ചെലവ് നാളെ തരണ്ട, ഞാൻ ഇന്നേ തരുന്നതാ. അപ്പൊ നാളെ ചെലവുള്ളതാണ്. ഓക്കെ അങ്ങനെ നമ്മൾ റാഷണന്റെ സ്വന്തം കടയായ ഇമാറിൽ എന്താണ് ഓർഡർ ചെയ്തത്? നമ്മള് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം പെരി അൽഫാം. നമ്മള് പണ്ട് നമ്മുടെ സ്പെഷ്യൽ ഞാൻ പണ്ട് ഇവിടെ റാഷണത്ത് വന്ന് നിൽക്കുമ്പം അതാണ് പൊതുവെ ഓർഡർ ചെയ്യാറ്. സോ ആ ഒരു സാധനം പെരി അൽഫാം ഞങ്ങൾ മന്തി ഓർഡർ ചെയ്ത്. റാഷന് മന്തി ഇഷ്ടമല്ലാത്തതുകൊണ്ട് മന്തി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ റാഷനുണ്ട് അതും പിന്നെ ബൺ പൊറോട്ട. ഫ്രീ പ്രൊമോഷനാണ്. കാശ് തരണം, ഡിസ്കൗണ്ട് വേണം. 15% റാഷന്റെ പോലെ ഡിസ്കൗണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ടെക് ക്രിയേറ്റർ ആയതുകൊണ്ട് ഇപ്പൊ ഏത് ഫോൺ കണ്ടാലും ഞാൻ ചുമ്മാ റെക്കോർഡ് ചെയ്തു. ഇതുവരെ നിങ്ങൾ കണ്ടത് ഐഫോണിലെ ക്ലിപ്പാണ്. ഇപ്പൊ കാണുന്നത് സാംസങ് S23 ക്ലിപ്പാണ്. സോ ഏതാണ് ബെറ്റർ എന്ന് കമന്റ് ചെയ്യും. റാഷണ്ണ ഒരു ചെറിയ ഉളുപ്പ് വേണം റാഷണ്ണ ഇങ്ങനെ തിന്നു തുടങ്ങാൻ. ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ വന്നിട്ട് തിന്നാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തല്ലോ. അതൊരുത്തം അതൊരുത്തും ഗേൾഫ്രണ്ടിന്റെ അടുത്ത് சொல்லுന്നതാണ്. ഇത് കണ്ടിട്ട് നമ്മള് വന്നിട്ട് തിന്നാതിരിക്കുക. ഒരാള് നോക്കെ ഞാൻ അടിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല. ഒരു പൊറോട്ട കഴിഞ്ഞ കേസ് സാധനം വന്ന് വെച്ചതേ ഉള്ളൂ. അതിന് മുമ്പ് ഒരു പൊറോട്ട കഴിഞ്ഞു പറഞ്ഞായിരുന്നു ഗേൾഫ്രണ്ടിന്റെ അടുത്ത് சொல்லுന്നത്. സോറി അത് വലുത് ഞാൻ എടുത്തോളാം.
പീസ് മറന്ന് നമ്മളൊരു കളിയില്ല വലിയ പീസ് ഗൈസ് കുറച്ച് കഴിക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോയി വിഴിഞ്ഞൻ ചിക്കൻ ടേസ്റ്റ് ചെയ്യാൻ. ഭക്ഷണ എങ്ങനെയുണ്ട്? ഒരാളിവിടെ മയണൈസിന് വേണ്ടി അടിയാണ് ഗൈസ്. ഭക്ഷണ കരയൂ കരയുന്ന എന്തിനാ ഇതിനൊക്കെ? ഇച്ചിരി മയണൈസ് അങ്ങോട്ട് ശരി, ഒരു ഇച്ചിരി മയണൈസ് അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഒരു പീസ് ചെറിയ പീസ് ഇങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ അങ്ങോട്ട് വച്ചിട്ട് ഇങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുത്തിട്ട് ചിക്കൻ അടിപൊളി. റൈസ് കുഴപ്പമില്ല, ആവറേജ് ആണ്. പറയാൻ പറ്റൂ. ഇവിടെ ഹോണസ്റ്റ് റിവ്യാണ്. റൈസ് ആവറേജ് ആണ്, ചിക്കൻ അടിപൊളി. ഹോണസ്റ്റ് റിവ്യൂ ആരും പറയത്തില്ല. കഴിച്ചിട്ട് ഗൈസ് ഇവിടുന്ന് പെരി പെരി കഴിച്ച് എൻ്റെ കൈ നോക്ക്, എൻ്റെ എവിടൊക്കെ പൊള്ളിന്ന് എനിക്കറിയത്തില്ല. അത് കണക്കേരി പക്ഷെ എങ്ങനെ കഴിച്ചതാണ് നിങ്ങൾ? ഇത് നോക്കേ, ഇത് നോക്ക്, ഇതൊക്കെ മസാലയൊക്കെ എടുത്ത് വിഴുങ്ങുന്നു. ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ല. എനിക്കും ചിമ്പുവിന് വെച്ച ചിമ്പു അവനെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിക്കൊടു. കരയോ ഗൈസ് പറ്റുന്നില്ല. അതിൻ്റെ കൂടെ ഇവന്മാർ പെരി പെരിയുടെ മയോണൈസൊക്കെ റാഷന ഇതിലൊക്കെ മുക്കിയാ കഴിച്ചത്. റാഷന എങ്ങനെ കഴിച്ചത് നിങ്ങള്? എനിക്ക് ഇപ്പോഴും അറിയാൻ പാടില്ല. പോട്ടെ പോട്ടെ ബില്ലുകൊടുക്കാതെ പോട്ടെ. സാധനം കൊള്ളാം, നല്ല ടേസ്റ്റാ. പക്ഷേ ഭയങ്കര എരിവ് സഹിക്കാൻ പറ്റത്തില്ല. ഭയങ്കര എരിവാണ്. റൈസ് റാഷണന്റെ കടയിൽ നിന്ന് പെരി പെരി അൽഫാം മന്തി കഴിച്ച് സാധനം കൊള്ളാം, പക്ഷെ ഭയങ്കര എരിവാണ്. എന്റെ ചുണ്ടൊക്കെ മറ്റേ ആരോ കടിച്ചു പറിച്ച കണക്കത്തെ ചോപ്പായിരുന്നു. ഇത്ര നേരം കരച്ചിലായിരുന്നു. ഇപ്പൊ കോപ്പിറൈറ്റ് അടിക്കണം. ഗൈസ് ഒരുത്ത ഇത്ര നേരം കരച്ചിലായിരുന്നു. ഇപ്പോഴാണ് അവൻ ഓക്കെ ആയത്. അവിടെ കുറഞ്ഞ കരച്ചിലാണ് കണ്ണീന്നൊക്കെ വെള്ളം. ഗൈസ് ഞാൻ പണ്ട് ഇവിടെ താമസിച്ചതാണ് റാഷണന്റെ കൂടെ. അപ്പൊ ഞാനിത് കഴിച്ച് അങ്ങ് സെറ്റായി ഗൈസ്. ഞാൻ സെറ്റായി ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് കുഴപ്പമില്ലാത്തത്. എനിക്കിപ്പോൾ കുഴപ്പമില്ല. നിനക്കിപ്പോൾ എരിവുണ്ടോടാ? സെറ്റായി ഗൈസ്. അപ്പോൾ നമ്മളിനി നേരെ റാഷണന്റെ വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് നൈറ്റ് 31st 12 മണിക്ക് നമുക്ക് ലേറ്റ് നൈറ്റ് ലൈവ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ വിഴിഞ്ഞം ഹാർബറിന്റെ അടുത്ത് വന്നു ഗൈസ്. അപ്പോൾ ഇവിടെ പെനി ഐസ്ക്രീം കണ്ടപ്പോൾ റാഷൻ ഐസ്ക്രീം കഴിക്കാനൊരു മോഹം. ഇത് നോക്കേ, വാങ്ങിച്ചത് ഒരു പെട്ടിയാണ് വാങ്ങിച്ചത്. നമുക്ക് ഇതിന് രണ്ടെണ്ണം ബാക്കി എല്ലാം റാഷൻ. ഇത് ഇങ്ങനെ കാണാൻ കഴിച്ചാൽ ഷുഗർ ഒന്നുമില്ല, ചത്തു പോകും. ഇതിന് നമുക്ക് ലൈവ് നമുക്ക് ഓരോ തരത്തില്ല ഇഷ്ടം. നിനക്ക് 2 എണ്ണം നീ പറഞ്ഞ സാധനം, പിന്നെ അവന് 1 3 എണ്ണം. വാങ്ങ് വാ. വേണ്ട എനിക്ക് എന്തുവാ ഐസ്ക്രീമിനൊക്കെ ആർത്തി കാണിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണാണ്. അപ്പൊ ഗേസ് നമ്മളങ്ങനെ ലൈവ് ചെയ്യാനായിട്ട് താണ്ട റാഷണന്റെ പീസിയുടെ മുമ്പിൽ സെറ്റപ്പ്. എന്തുവാണ് അതിന്റെ ഇടയ്ക്ക്? എന്റെ ഇടയിൽ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്യുന്നത് ഗേസ് ഇവിടെ ഐസ്ക്രീം തിന്നേന്റെ ഈ സാധനം എന്താ റാഷണ അത്? ഗൈസ് അങ്ങനെ ഞാൻ ലൈവ് തുടങ്ങാൻ പോവാണ്. ചിമ്പു കിടക്കണം കൊണ്ട് ആണ്ടെ ഗൈസ് നമ്മൾ ലൈവ് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ്. റാഷണന്റെ ഇത് തമ്മിലായിട്ട് കൊടുക്കണമെന്ന് റാഷൻ ഭയങ്കര നിർബന്ധം ഗൈസ്. അപ്പം അതും കൂടെ തമ്മിലായിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്ത് ഒന്ന് സ്ട്രീം എല്ലാം സെറ്റ് ചെയ്ത് 12 മണി ആവാറായി ഇപ്പൊ തന്നെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് അപ്പോ ഇന്നത്തെ ബർത്ത്ഡേ ലൈവ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബർത്ത്ഡേ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കേരളത്തിൽ സോറി അത് ബാംഗ്ലൂർ ഓർമ്മ പറഞ്ഞാണ്. ഞാൻ കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെ വന്നത് റാഷണന്റെ വീട്ടിൽ. റാഷണ ഹായണ. അപ്പോൾ ബർത്ത്ഡേ ലൈവ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ ഒരു 10% പോലും ആയില്ല. കാര്യം നമുക്ക് അതിനുള്ള സെറ്റപ്പ് ഒന്നും നേരത്തെ ചെയ്തില്ല. പിന്നെ നമ്മൾ 11:45 കണ്ടൊക്കെയാണ് ലൈവ് ചെയ്ത് തുടങ്ങിയത് കേസ്. അപ്പോൾ അതിനുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് 12 മണി ആയപ്പോഴത്തേക്ക് ലൈവ് ഒരുപാട് കോൾസ് വന്നു. കോൾസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാൻ ആരൊക്കെയോ വിളിക്കുന്നു. ഇവരൊക്കെ ഇവിടെ എൻ്റെ അടുത്തിരിക്കുകയാണ്. അടുത്തിരുന്നിട്ട് ഇവരെന്നെ വിളിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിഷസ് ഒക്കെ കിട്ടി. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നാളെ എന്നെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇന്ന് നാളത്തെ വ്ളോഗിൽ എന്നെ കണ്ടില്ലെങ്കിൽ ഇവന്മാരെന്നെ പറ്റിപ്പിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഗൈസ് നമുക്ക് ഇന്ന് പോയി കിടന്ന് ഉറങ്ങാൻ, എന്നിട്ട് നാളെ ബാക്കി ചെയ്യാൻ. കാര്യം നാളെ റാഷണനെ ഇവിടെ വന്ന് പിക്ക് ചെയ്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് പുറത്തോട്ട് കറങ്ങാൻ പോകും. നമ്മളിപ്പോൾ റാഷണനെ വാക്ക് കൊടുത്തിട്ടുണ്ട്. റാഷണ വരും.
ഇനി നാളത്തെ വ്ളോഗിൽ റാഷണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവന്മാര് പറ്റിപ്പിച്ചെന്ന് ഒന്നെങ്കിൽ റാഷണ്ണൻ നമ്മളെ പറ്റിച്ച് വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ റാഷണ്ണനെ പറ്റിച്ച് വന്നില്ല. ഏതാണ്ടൊരു സംഭവമാണ്. ഓക്കെ.